ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നൂറുമേനിയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ 21 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ നമ്മൾ സാധാരണ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഈ വാക്കുകളുടെ ഹെഡിങ് എന്ന് പറയുന്നത് നിർഭയം സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. 10-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 12 പേരെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ യാത്രയിൽ അവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നും അവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നെല്ലാം നിഷ്കർഷിച്ച് ഈശോ അവരെ അയക്കുന്നു. 10-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നമ്മൾ എത്തുമ്പോൾ ഈശോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എനിക്ക് നിർഭയം സാക്ഷ്യം നൽകുക എന്ന്. AD 203 റോമിലെ ഒരു ഗവർണറിന്റെ മുമ്പിൽ 2 സ്ത്രീകൾ വന്നു നിൽക്കുകയാണ്. അതിൽ ഒരാൾ ആ നാട്ടിലെ ഒരു പ്രഭുവിൻ്റെ മകളാണ്. അവൾ ചെയ്തത് ഒരു വലിയ കുറ്റമാണ്. കാരണം അവൾ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്. അവൾ നല്ല സുന്ദരിയാണ്, ധനാഢ്യയാണ്. ഈ അടുത്ത കാലത്ത് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. അധികം പ്രായമൊന്നുമായിട്ടില്ല, സുന്ദരിയായിട്ടുള്ളൊരു യുവതി. അവൾ ചെയ്ത കുറ്റം ഈശോയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവളെ വധശിക്ഷയ്ക്ക് വിധിക്കാനാണ് അന്നത്തെ ഗവർണറും കൂട്ടുകാരും തീരുമാനിക്കുന്നത്. കാരണം റോമ സാമ്രാജ്യത്തിൽ ക്രൈസ്തവരായ ആളുകളെ വധിക്കുക എന്നുള്ളത് ഒരു നാട്ടുനടപ്പായിരുന്നു. അങ്ങനെ അവളെ വിചാരണയ്ക്കായി മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവളുടെ കൂടെ അവളുടെ തോഴിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അവൾ ഗർഭിണിയാണ്. അപ്പോൾ അവളും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ തോഴിയെപ്പോലെ, എൻ്റെ കൂട്ടുകാരിയെപ്പോലെ, എൻ്റെ യജമാനത്തെപ്പോലെ ഞാനും ക്രിസ്ത്യാനിയാണ്. 2 പേരെയും വധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ റോമൻ നിയമം അനുസരിച്ച് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ വധിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകട്ടെ. കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം അവളെയും അവളുടെ മുതലാളിയായ, അവളുടെ യജമാനത്തിയായ ആ സ്ത്രീയെയും വിചാരണയ്ക്ക് വേണ്ടി ഗവർണറുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഗവർണറുടെ മുമ്പിൽ വെച്ച് ഗവർണർ പറയുകയാണ്, നീ കുലീനയായ ഒരു കുടുംബത്തിൽ ജനിച്ച എല്ലാവർക്കും സ്വീകാര്യയായ ഒരാളുടെ മകളാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി. അതാ അവിടെ സീസറിൻ്റെ ഒരു പ്രതിമയുണ്ട്. അതിനു മുമ്പിൽ കുറച്ച് കുന്തിരിക്കം വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അവിടെയുള്ള സീസറിൻ്റെ ആ പ്രതിമയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന തീയിലേക്ക് ഇട്ടുകൊണ്ട് ഏറ്റുപറയുക, സീസറാണ് ദൈവമെന്ന്. അങ്ങനെ ചെയ്താൽ നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം, നിന്റെ കൂട്ടുകാരെയും മോചിപ്പിക്കാം. അവൾ ഒട്ടും പതറിയില്ല. ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ കൊന്നുകളയാം, എന്നാൽ ആത്മാവിനെ തൊടാൻ സാധിക്കുകയില്ല. എന്നിട്ട് അവൾ തൻ്റെ കൂട്ടുകാരിയുടെ കൈ പിടിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. വന്യമൃഗങ്ങൾ അവളെയും അവളുടെ കൂട്ടുകാരെയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ അവളെ വാളുകൊണ്ട് ഭടന്മാർ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഈ 2 പേരും ആരായിരുന്നെന്നറിയാമോ? ആ പ്രഭുകുമാരി എന്ന് പറയുന്നത് പെർപ്പത്വ എന്ന വിശുദ്ധയാണ്. അവളുടെ കൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് മരണം ഏറ്റുവാങ്ങിയത് അവളുടെ തോഴി ഫെലിസിത്തയാണ്. ഈ സമയത്ത് അവർ പരസ്പരം ധൈര്യപ്പെടുത്തുന്നത്, വിശ്വാസം ഉപേക്ഷിച്ച് കളയരുത്, ഉറച്ചു നിൽക്കുക, ക്രിസ്തു കൂടെയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1800 വർഷങ്ങൾക്കിപ്പുറവും ഫെലിസിത്തയെയും പെർപ്പത്വയെയും ലോകം മുഴുവൻ കുർബാനയിൽ സ്മരിക്കാറുണ്ട്, വിശുദ്ധരുടെ ഗണത്തിൽ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി ഭയം കൂടാതെ അവർ സാക്ഷി നൽകി എന്നതുകൊണ്ടാണ്.
ജീവിതത്തിൽ ക്രിസ്തുവിന് ഭയം കൂടാതെ സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഏറ്റവും വലിയ ധർമ്മം. ഇന്ന് സുവിശേഷത്തിൽ ഈശോ അവർ വിടുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാണയത്തിന് 2 കുരുവികൾ മേടിച്ചാൽ പോലും അവയെക്കുറിച്ച് പോലും എപ്പോഴും ഒരു ടേക്കിംഗ് കെയർ മെൻറ്റാലിറ്റിയുള്ള ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കാണിക്കുമെന്ന്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർക്കും ആരോടും സ്നേഹമില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായിട്ട് പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും കുറഞ്ഞു വരുന്നതായി ചില സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ സന്യാസ ദൈവവിളികൾ സ്വീകരിക്കുവാൻ, പൗരോഹിത്യ ദൈവവിളികൾ സ്വീകരിക്കുവാൻ യുവതിയുവാക്കൾക്ക് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് വന്നാൽ ആരുണ്ട് ഞങ്ങളുടെ കൂടെയെന്ന്. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ സുവിശേഷം നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളെ അങ്ങനെ ഞാൻ ഉപേക്ഷിച്ച് കളയുകയില്ല. നിങ്ങൾ ഈ ലോകത്ത് സഹനങ്ങളിലൂടെ കടന്നു പോയാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ടായെന്ന്. സന്യാസ ദൈവവിളികൾ, സമർപ്പണ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ കുറയുന്നതിനെക്കുറിച്ച് ഒരുപാട് വ്യാകുലപ്പെടുന്ന ഒരു സന്യാസിയോട് മറ്റൊരു സന്യാസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും ദൈവം തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ആളുകളെ അനുവദിക്കുകയില്ല. ഭയമില്ലാത്ത യുവജനങ്ങൾ, ഭയമില്ലാത്ത സമർപ്പിതർ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ദൈവമാണ് അയച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വയലിൽ ജോലി ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും അവർക്ക് ഭയമില്ലാതെ സാക്ഷ്യം നൽകാൻ ഉള്ള ഒരു മനസ്ഥിതി മാത്രം മതി. ചിലപ്പോഴെല്ലാം ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ നഷ്ടധൈര്യമായി പോകാറുണ്ട്. ആർക്കും നമ്മളെ വേണ്ട, നിരന്തരമായിട്ടുള്ള മീഡിയയുടെയും മറ്റ് ആക്രമണങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് നമ്മളെ തളർത്തിക്കളയാൻ നോക്കുമ്പോൾ തകർന്നു പോകാതെ ഹൃദയം യേശുവിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ബുദ്ധഭിക്ഷുവായ ആനന്ദൻ അയാൾക്ക് ദാഹിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ തൊട്ടുകൂടാത്ത അല്ലെങ്കിൽ അടുത്തുപോലും ചെന്നുകൂടാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട മാതങ്കിയോട് വെള്ളം ചോദിക്കുന്നു. അതുകണ്ട് മറ്റുള്ള ആളുകൾ ഈ ബുദ്ധഭിക്ഷുവിനെ നോക്കി അത്ഭുതപ്പെടുകയും ആരും അടുത്തു ചെല്ലാത്ത മാതങ്കി എന്ന താഴ്ന്ന സ്ത്രീയുടെ അടുത്ത് എന്ന് വെള്ളം ചോദിക്കുവാൻ ഈ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷുവിന് ഭ്രാന്തുണ്ടോ എന്ന് പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവയൊന്നും പരിഗണിക്കാതെ, ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ആനന്ദൻ ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നു. അവളുടെ ഭയം കണ്ട് ആനന്ദൻ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ആർക്കും ഭയമില്ലാതെ അണയും മാതങ്കിയെ, സ്നേഹം തൊട്ടിടത്ത് ഭയം മരിച്ചു പോകും. ആർക്കും ഭയമില്ലാത്ത അണയ മാതങ്കിയെ, സ്നേഹം തൊട്ടിടത്ത് ഭയം മരിച്ചു പോകും. കുമാരനാശാൻ്റെ ഈ കവിതയിൽ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ആർക്കും ഭയമില്ലാതെ അണയ മാതങ്കിയെ, സ്നേഹം തൊട്ടിടത്ത് ഭയം മരിച്ചു പോകും. എപ്പോഴെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ നമ്മളെ തടസ്സം നിൽക്കുന്നത് എന്താണ്? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളിൽ ഇല്ലാതെ പോകുമ്പോഴാണ്. പെർപ്പത്തുവയും ഫിലിസിറ്റായും നമ്മളെ പഠിപ്പിക്കുന്ന അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ ഭയം നമ്മളെ പുറകിലേക്ക് വലിക്കുകയാണെങ്കിൽ, ഭയമുള്ളത് കൊണ്ടല്ല നമ്മൾ പിന്നിലേക്ക് പിൻവാങ്ങുന്നത്, മറിച്ച് നമുക്ക് ക്രിസ്തുവിനോട് സ്നേഹമില്ല. കാരണം സ്നേഹം തൊട്ടിടത്ത് ഭയം മരിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.